ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളുടെ ക്രൂസ് ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇത്. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലാത്തവർ പോയി കാണുക, ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ തേർഡ് ഡേ ആണ് ഇന്ന് വരുന്നത്. ഇന്ന് എന്തൊക്കെയാണ് പ്രോഗ്രാംസ് ഒക്കെ ഉള്ളതെന്നൊക്കെ ഒന്ന് നമുക്ക് കാണാം. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകാം കേട്ടോ. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ, ഇത് തന്നെയാണ് ഡെയിലി നടക്കുന്നത്. കഴിക്കുക, ഉറങ്ങുക, എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ പോവുക, ഇത് തന്നെ സ്ഥിരം പരിപാടി. അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ്. അപ്പം എന്നും ഉള്ള പോലെ ഉള്ള മെനു ഒക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് അതിനകത്ത് ഇനി സ്പെഷ്യലായിട്ടൊന്നും വെക്കാനില്ല, എല്ലാം തന്നെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഞാൻ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഫസ്റ്റ് പാർട്ടിൽ അധികം ഫുഡ് കോർട്ടൊന്നും നിങ്ങളെ കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ പാർട്ടിൽ അത് കാണിക്കാമെന്ന് കരുതി. ഇതാണ് നമ്മളുടെ ഒരു ആദ്യത്തെ ഫുഡ് കോർട്ട്, അതായത് നമ്മളുടെ ഡെക്കിലുള്ള ഫുഡ് കോർട്ട് ഇതാണ്. പിന്നെ വേറെ 2 ഫുഡ് കോർട്ടുണ്ട്. ഇതാണ് അത്യാവശ്യം കുറച്ച് വലിയ ഫുഡ് കോർട്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയപ്പോഴത്തേക്കും കുറച്ച് പേര് പൂളിലൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. നമ്മളെന്തായാലും ലാസ്റ്റ് ഡേയിൽ വെച്ചേക്കാണ് പൂളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് ഇറങ്ങിയില്ല. എന്തായാലും നല്ല റെഡി ആയിട്ടൊക്കെയാണ് നിൽക്കുന്നത്. ഇനി ഇറങ്ങി വീണ്ടും ഡ്രസ്സ് മാറാൻ വയ്യ, അതുകൊണ്ടാണ്. അങ്ങനെ പിന്നെ നമ്മൾ വീണ്ടും നമ്മളുടെ ബാറിലേക്ക് പോയി കേട്ടോ. അവിടെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനായിട്ട് പോയതാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞ് ടെക്കീല ഒന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ടെക്കീല കുടിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പം നമ്മളുടെ കാർഡ് വെച്ചിട്ടാണ് നമ്മൾ അത് അവിടുന്ന് നമുക്ക് തരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓരോ ഷോട്ട് തന്നു. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത്. എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി, വലിയ ടേസ്റ്റും ഇല്ല, എന്നാൽ കുടിക്കുകയും ചെയ്യാം, കുഴപ്പമില്ല. ആ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കി. പിന്നെ നമ്മളുടെ കൂടെയുള്ള ചേച്ചിമാരുടെ കൂടെ കുറേ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, വിശേഷങ്ങളൊക്കെ പറഞ്ഞ്, ഈ 2-3 ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ വിശേഷങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കേട്ട് എല്ലാവരും ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് പോവാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യണ്ടേന്ന് വിചാരിച്ചിട്ട്, നമ്മളുടെ ഒരു ടീം ആയിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരുമായിട്ടും ഒന്ന് ജസ്റ്റ് വീണ്ടും ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങി. അവിടെ മൊത്തം എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അതിനിടയ്ക്കാണ് ഞാനും കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞാനത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെല്ലാവരും കൂടെ തീരുമാനിച്ച് നമുക്ക് അന്താക്ഷരി എന്തെങ്കിലും കളിച്ചാലോ. അങ്ങനെ എല്ലാവരെയും വിളിച്ച് ഒരു സ്ഥലത്ത് ഇരുത്തി, എന്നിട്ട് നമ്മൾ അന്താക്ഷരി കളിക്കുകയാണ്.
പാട്ടിറങ്ങി പാടി സപ്പോർട്ട് ചെയ്യാറുണ്ടോ? പിന്നെയും പിന്നെയും അടുത്ത സെറ്റ് ഓക്കെ. എവിടെ എത്തി ഇപ്പോ? ഒരു വാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ മറഞ്ഞു അത് കഴിഞ്ഞ് ബോറടിച്ചപ്പോഴത്തേക്ക് നമ്മൾ ഡംഷറാറ്റ്സ് കളിച്ചു കേട്ടോ. അത് നല്ല എല്ലാവരും എൻജോയ് ചെയ്താണ് കളിച്ചത്. രണ്ട് വാക്ക് മലയാളം. ഓക്കെ. നടൻ മമ്മൂട്ടി. ചിത്രം. ആദ്യത്തെ വാക്ക് പറഞ്ഞുതരാം. മരണ്ട വാക്കുണ്ടോ? മരത്തിന്റെ കേട്ടത് മഴവില്ല്. മഴ അല്ല ചക്ക. മലയാളം. അഞ്ച് വാക്കുണ്ട്. മലയാളം, ഹിന്ദി. നടൻ. തൂവാനത്തുമ്പികൾ. ഓക്കെ. മലയാളം എത്ര വേർഡ്സ്? പുലിമുരുകൻ. മുഖം പോടാണ്ടപ്പോ മലയാളോ ഇംഗ്ലീഷോ തമിഴോ? മലയാളം. രണ്ടക്ഷരം, മൂന്നക്ഷരം. നാലക്ഷരം. നടൻ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം. എത്ര?
ഒറ്റ അക്ഷരം. ഒരു വാക്ക്. മമ്മൂട്ടി. ഒരു വാക്ക്. ഒരു വാക്ക്. മമ്മൂട്ടി. മോഹൻലാൽ. മോഹൻലാൽ. മമ്മൂട്ടി. സുരേഷ് ഗോപി. ജയറാം. ജയറാം. സ്വന്തം. ഹൃദയം. നെഞ്ച്. മനസ്സ്. മനസ്സിലാക്കണേ. ഗെയിംസ് ഒക്കെ കളിച്ച് ക്ഷീണിച്ച് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് പോയി കേട്ടോ. എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു. 12:30 ആയിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അവിടെ തമിഴ്നാട്ടിലെ 2 ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടു. അങ്ങനെ അവരുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞ് റൂമിൽ പോയിട്ട് വീണ്ടും റെസ്റ്റൊക്കെ ചെയ്തിട്ട് നമ്മൾ പൂളിലേക്ക് ഇറങ്ങാൻ പോവാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതാണ് നമ്മളുടെ സെക്കൻഡ് ലാസ്റ്റ് ഡേ. അപ്പം ഇന്ന് പൂളിൽ ഇറങ്ങിയാലേ നാളെ നമ്മൾ ഇറങ്ങുകയാണ് ക്രൂസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇന്ന് തന്നെ കയറിയാലേ നമുക്ക് പൂളിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. നാളെ രാവിലെ നമ്മൾ ഇറങ്ങും ക്രൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ടീ ഒക്കെ കുടിച്ച് ഒരു ഈവനിങ് ആയല്ലോ. റെസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞ് ഉറങ്ങിയൊക്കെ വന്നപ്പോഴത്തേക്കും ഈവനിങ് ആയി. അങ്ങനെ നമ്മൾ വിചാരിച്ചു വന്നേ പിന്നെ ടീ ടൈം വരെ ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ടീയും കൂടെ കുടിച്ചിട്ട് നമുക്ക് പൂളിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ ചായയൊക്കെ എടുത്ത് സ്നാക്സൊക്കെ എടുത്തിട്ട് വന്നിരിക്കുകയാണ് കണ്ടോ. സാൻഡ്വിച്ചൊക്കെ ഉണ്ട്, പാവ് ബജിയൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് വലിയ താല്പര്യമില്ല ഈ ചായയുടെ കൂടെ ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ കട്ട്ലറ്റാണ് എടുത്തത്. കട്ട്ലറ്റും കേക്കും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ പൂളിലേക്ക് ഇറങ്ങി കേട്ടോ. പൂളിൽ ശരിക്കും പറഞ്ഞാൽ എത്രയാ 6 ഫീറ്റ് എങ്ങാണ്ട് ഉണ്ടായിരുന്നു. എനിക്ക് അത്രയും ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ലെന്ന് വേണം പറയാൻ. അങ്ങനെ നമ്മൾ കിഡ്സ് പൂളിലേക്ക് പോയി കേട്ടോ. മറ്റേ ജാക്യുസി ഇല്ലേ അവിടെ പോയി. അതാകുമ്പോഴത്തേക്കും ആർക്കും കുഴപ്പമില്ല. അവസാനം ഞങ്ങൾ പോകുന്ന കണ്ടിട്ട് എല്ലാവരും വന്നു നമ്മളുടെ കൂടെ. പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ സൺസെറ്റ് കാണാനായിട്ട് പോയി കേട്ടോ. സൺസെറ്റൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് കണ്ടിട്ട് പിന്നെ നമുക്കൊരു പ്രോഗ്രാം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. നമ്മുടെ അവിടെ തന്നെ ഒരു തിയേറ്റർ ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ പ്രോഗ്രാമൊക്കെ അവർ കാണിക്കുന്നത്. അതൊരു ഡ്രാമയായിരുന്നു, നല്ല അടിപൊളി ഡ്രാമയായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ഈ സീരിയലൊക്കെ ഇല്ലേ, ഹിന്ദി സീരിയൽ, അതേപോലത്തെ ഒരു ഡ്രാമയായിരുന്നു. നല്ല വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു എന്ന് തന്നെ പറയാം. നല്ല കോസ്റ്റ്യൂമൊക്കെ ഇട്ട് നല്ല ഓർണമെന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് നല്ല കൊറിയോഗ്രാഫി ഒക്കെ ചെയ്തിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല, അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞത് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ലാന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് മൊത്തം ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഈ എടുത്തതൊക്കെ അവരൊക്കെ കാണാതെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഫിലിം സോങ്സ് ഒക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഓഡിയോ ബാക്ക്ഗ്രൗണ്ടിൽ ഇടാൻ പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും പ്രോഗ്രാംസ് നടക്കുന്നുണ്ടോയെന്ന് നമ്മൾ ജസ്റ്റ് നോക്കി. അപ്പോൾ അവിടെ ഒരു ലൈവ് ബാൻഡ് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കാണാൻ വേണ്ടിയിട്ട് പോയി. അതും നല്ല നല്ല പ്രോഗ്രാം ആയിരുന്നു. പിന്നെ എന്നത്തെയും പോലെ തന്നെ നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് പോയി. അപ്പോൾ ഇത് നമ്മളുടെ ക്രൂസിലെ ലാസ്റ്റ് ഡിന്നറാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ പോവുമല്ലോ നാളെ. ഇത് നമ്മളുടെ ലാസ്റ്റ് നൈറ്റ് ആണല്ലോ ക്രൂസിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പം ചെയ്ത് തീർക്കണം. എന്തെങ്കിലും ഫോട്ടോസ് എടുക്കാനോ എന്തെങ്കിലും കാണാനോ. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 പേരും ഒന്ന് ഇറങ്ങി കേട്ടോ. ഇനി എവിടെയെങ്കിലും നമ്മൾ മിസ്സായിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ പോയപ്പോഴത്തേക്കും ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ഷോപ്പ് ചെയ്യാനോ എന്തെങ്കിലും വാങ്ങിക്കാനൊക്കെ ഉണ്ടെങ്കിൽ കുറേ സ്റ്റോൾസും ഷോപ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ പക്ഷെ നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല, കാരണം
ഒരു ലേസിന് തന്നെ അവിടെ 150 അത്രയും രൂപയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊന്നും പോലും പറ്റില്ല എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ തന്നെ. ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. എന്തൊക്കെയാണോ ഉള്ളത് നമ്മുടെ അവിടെ നാട്ടിൽ കിട്ടുന്നത് ഒക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് അങ്ങനെ ഞങ്ങളൊന്നും കണ്ടില്ല. ഇതേപോലെ ടോയ്സ് ഉണ്ട്, ഓർണമെന്റ്സ് ഉണ്ട്, ജ്വല്ലറീസ് ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു ഗെയിമിംഗ് സോൺ ഉണ്ട് കേട്ടോ. നമുക്ക് ഇപ്പോൾ ലുലു മോളിലൊക്കെ ഉള്ളതുപോലെ നമുക്ക് അവിടെ ക്യാഷ് പേ ചെയ്തിട്ട് തന്നെ വേണം കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ കൊച്ചുകുട്ടികളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ പേ ചെയ്തിട്ടാണെന്നൊന്നും എനിക്കറിയില്ല. അവിടെ നിൽപ്പുണ്ടായിരുന്നു. അധികം ആളൊന്നും ഇല്ല ഈ സൈഡിലോട്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണല്ലോ. അടുത്ത ദിവസം നമ്മൾ ഇവിടുന്ന് പോവാന്ന് വിചാരിച്ചപ്പോൾ ഭയങ്കര ഒരു വിഷമം തോന്നി കേട്ടോ. കാരണം ഇത്രയും ദിവസം നമ്മൾ നല്ല ഫുഡും റെസ്റ്റും ഒക്കെ കിട്ടിയിട്ട് ഒരു പാട്ട് പാടുക. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഡേ എത്തിയിരിക്കുകയാണ്. രാവിലെ തന്നെ എഴുന്നേറ്റു. അപ്പം നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ തലേ ദിവസം. അപ്പോൾ നമ്മളുടെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൺറൈസ് കാണാൻ പറ്റുമെങ്കിൽ ഒന്ന് കാണണമെന്ന്. അങ്ങനെ ഞാൻ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് രാവിലെ നമ്മൾ 5:30 ഒക്കെ ആയപ്പോഴത്തേക്കും എഴുന്നേറ്റായിരുന്നു. അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷെ നമ്മളങ്ങനെ എക്സ്പെക്റ്റ് ചെയ്ത പോലെ ഒന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും ഞാൻ ടൈം ലാപ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു സൺറൈസ്. നമ്മളിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ രാവിലെ നമ്മൾ നമ്മുടെ ചെന്നൈ പോർട്ടിൽ എത്തി, ഏകദേശം എത്താറായി. അപ്പോൾ എല്ലാവർക്കും റേഞ്ച് വന്നു കേട്ടോ. റേഞ്ച് വന്നു, നെറ്റ് വന്നു. അപ്പോൾ അത് കാരണം എല്ലാവരും ഫോണിൽ തന്നെ ഈ 3 days നമ്മൾ വീട്ടിൽ വിളിച്ചിട്ടുണ്ട്. നമ്മൾ ചാർജ് ചെയ്ത ഒരാളുടെ ഫോണിൽ നിന്ന് വിളിച്ചായിരുന്നു ഇടയ്ക്ക്. അല്ലാതെ നമ്മൾ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ എന്തൊക്കെയാണ് നടക്കുന്നത്, ആരെങ്കിലും വിളിച്ചോ എന്നൊന്നും അറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഫോണിൽ തന്നെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ തന്നെ. അങ്ങനെ നമ്മൾ ചെന്നൈയിൽ എത്തി കേട്ടോ. ആ കാണുന്നതാണ് ചെന്നൈ. അങ്ങനെ എല്ലാവരും ബൈ ഒക്കെ പറഞ്ഞ് തിരിച്ചു പോവാണ്. ഇനി എന്തെങ്കിലും കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അവിടെ കുറച്ച് ഫ്രണ്ട്സ് എന്നല്ല, നമ്മൾ കുറച്ച് പേരെ പരിചയപ്പെട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ബൈ ഒക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഇറങ്ങാനായിട്ട് നമ്മളുടെ ലഗേജൊക്കെ എടുത്തു. അങ്ങനെ പോവാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് നമുക്ക് ഇനി ട്രെയിൻ 3 മണിക്കേ ഉള്ളൂ കേട്ടോ.
അപ്പം ഇനി കുറച്ച് സമയം നമുക്ക് കിടപ്പുണ്ട്, നമുക്ക് എവിടെയെങ്കിലും പോകാനോ ഷോപ്പ് ചെയ്യാനോ ഒക്കെ. അപ്പോൾ അത് കാരണം നമ്മൾ വിചാരിച്ചു നമുക്ക് ടി നഗറിൽ പോകാമെന്ന് കേട്ടോ. അങ്ങനെ നമ്മളൊരു ടാക്സി പിടിച്ചിട്ട് നമ്മൾ കുറച്ച് പേരായിട്ട് പോയി. അങ്ങനെ ചെന്നൈ നഗരം ഒന്ന് കാണാമെന്ന് കരുതി. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചെന്നൈയിൽ പോകുന്നത്. പിന്നെ പോയത് ഇത് കഴിഞ്ഞിട്ട് ആൻഡമാനിൽ പോയതാണ്, അത് ചെന്നൈയിൽ ഇറങ്ങിയാണ് പോയത്. അപ്പോൾ പോയിട്ടുണ്ട്. അപ്പം അതിൻ്റെ വ്ലോഗ് ഉടനെ വരും. എനിക്ക് ടൈം കിട്ടുന്നില്ല കേട്ടോ, ഇത് എഡിറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടുന്നില്ല, അതാണ് ഇത്രയും ഡിലേ വന്നത്. ഞാനിതൊരു ഏകദേശം ഒരു 5 months കഴിഞ്ഞിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അത് നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ നമ്മൾ ടി നഗറിലെത്തി. അപ്പോൾ ഒരുപാട് പോത്തീസിൻ്റെ ഷോറൂമുകൾ കണ്ടു, പിന്നെ ചെന്നൈ സിൽക്സ് കണ്ടു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ് അവിടെ, ഒരു രക്ഷയില്ല. അപ്പം നമ്മൾ ഈ വെയിലത്ത് നിൽക്കുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് ഏതെങ്കിലും ഒരു ഷോപ്പിൽ കയറി നിന്നാൽ മതി എന്നായി. അങ്ങനത്തെ ഇനി വരണ്ടായിരുന്നു എന്നൊക്കെ വിചാരിച്ചു. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ആ ടൈമിൽ. പിന്നെ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും വാങ്ങിക്കാം എന്നൊക്കെ കരുതിയിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. സുവനിയർ ഒക്കെ കിട്ടും, അപ്പോൾ അങ്ങനെ വേണ്ടുന്നവർക്ക് വാങ്ങിക്കാം. പക്ഷെ വാങ്ങിക്കേണ്ടായിരുന്നു, ഞാൻ വാങ്ങിയില്ല കേട്ടോ. ചെന്നൈ പോയിട്ട് അത് വാങ്ങാതെ വന്നു. അത് ഭയങ്കര വിഷമമായിപ്പോയി. ഇപ്പം ആലോചിക്കുമ്പോൾ വാങ്ങാമായിരുന്നു എന്ന് വിചാരിക്കുന്നു. പിന്നെ ചേച്ചിമാരൊക്കെ എന്തൊക്കെയോ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് അവിടെ തോന്നുന്നു ഇഷ്ടപ്പെടാൻ. ഞാൻ നന്ദുവിന് 2 ടീഷർട്ട് വാങ്ങണമെന്ന് കരുതിയിട്ടാണ് ഞാൻ ആ ടി നഗറിലേക്കൊക്കെ ഒന്ന് പോയത്. പക്ഷെ ഒന്നും കിട്ടിയില്ല. അങ്ങനെ പിന്നെ നമ്മൾ ചെന്നൈ സിൽക്സിലേക്ക് കയറുകയാണ്. ചെന്നൈ സിൽക്സ് എൻ്റെ വീടിനടുത്തുണ്ടായിരുന്നു, കരുനാഗപ്പള്ളിയിൽ. അതിപ്പോൾ ഇല്ല. അപ്പോൾ അവിടുത്തെ ഒരു ഓർമ്മ വെച്ച് കയറുകയാണ്. അങ്ങനെ നമ്മൾ ചെന്നൈ സിൽക്സിൽ കയറിയപ്പോഴത്തേക്കും കുഴപ്പമില്ല, റേറ്റൊക്കെ അത്യാവശ്യം നല്ല കുറവുണ്ട്. അല്ല, നോർമൽ റേറ്റ്, അത് കുറവെന്നല്ല, നോർമൽ റേറ്റ് തന്നെ നമുക്ക് നാട്ടിൽ കിട്ടുന്ന പോലെ. അങ്ങനെ 2 ടീഷർട്ട് വാങ്ങി നമ്മളുടെ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്, MGR. ഇനി കുറച്ച് നേരം അവിടെ ഇരിക്കാമെന്ന് കരുതി. ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്കിനി ട്രെയിനിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. എനിക്ക് തമിഴ് ഫുഡ് വലിയ പിടിക്കില്ല, കാരണം എനിക്കത് ഒട്ടും പറ്റില്ല. അപ്പോൾ എന്ത് കഴിക്കുമെന്ന് അറിയാതെ നിന്നപ്പോഴാണ് സ്റ്റാർ ബിരിയാണിയുടെ ഒരു ഔട്ട്ലെറ്റ് കണ്ടത്. അങ്ങനെ നമ്മൾ സ്റ്റാർ ബിരിയാണി കഴിക്കാൻ പോയി, അമ്പൂർ ബിരിയാണി. പക്ഷേ എന്നിട്ടും എനിക്ക് വലിയ ടേസ്റ്റ് തോന്നിയില്ല. ഞാനും ജെൻസിയും കൂടെ ഷെയർ ചെയ്താണ് കഴിച്ചത്. അങ്ങനെ പിന്നെ നമ്മൾ ട്രെയിനിൽ കയറി. നമ്മളുടെ ടൈം ആയിരുന്നു. അങ്ങനെ നമുക്കിനി നമ്മൾ നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് ആണ് നാട്ടിലെത്തുന്നത് കേട്ടോ. അപ്പം ട്രെയിനിലൂടെ ഉള്ള കാഴ്ചകളൊക്കെയാണ് ഇതൊക്കെ. പാലക്കാട് വഴിയാണ് പോകുന്നത്. പാലക്കാട്ടെ കാഴ്ചകളൊക്കെ കാണാം. ട്രെയിനിലൊക്കെ കാണുന്ന സ്ഥിരം കാഴ്ചയാണ് ഈ ചേച്ചിമാർ വന്ന് ഈ കീ ചെയിൻസ് ഒക്കെ ഇങ്ങനെ വിൽക്കുന്നത്. അവരിത് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടങ്ങ് പോകും. പിള്ളേരൊക്കെ ആണെങ്കിൽ ഇതിൽ വീണ് അത് വാങ്ങിക്കും, ഇഷ്ടപ്പെടുമ്പോൾ വാങ്ങിക്കും. അത് അവരുടെ ഒരു ട്രിക്കാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ ഡിന്നർ നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്നത് ഇതൊക്കെയാണ് കേട്ടോ. പഴം, ബ്രെഡ്, ഫ്രൂട്ട്സ്, സ്വീറ്റ്സ്, ഇങ്ങനത്തെയൊക്കെയാണ് വാങ്ങി വെച്ചിരിക്കുന്നത്. കാരണം നമുക്കല്ലാതെ നമ്മൾ ട്രെയിനിൽ നിന്ന് നമ്മൾ ഫുഡൊന്നും വാങ്ങിച്ചില്ല. കാരണം നമ്മൾ എങ്ങനെ വിശ്വസിച്ച് കഴിക്കും? എനിക്കിഷ്ടമല്ല ട്രെയിനിൽ ഇങ്ങനെ ഫുഡ് വാങ്ങിച്ച് കഴിക്കുന്നത്. കാരണം കുറേ പേരിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഡേ ആയി കേട്ടോ. നമ്മൾ എഴുന്നേറ്റു. അപ്പോൾ ഇനി ട്രിവാൻഡ്രം എത്താൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നൊരു 8:30 എന്തോ ആയിരുന്നു നമ്മൾ എത്തേണ്ടത്. കുറച്ച് ഡിലേ ആയിപ്പോയി ട്രെയിന്. അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രത്ത് എത്തുന്നതിന് മുന്നേ ജെൻസി കൊല്ലത്ത് ഇറങ്ങുന്നുണ്ടായിരുന്നു. ജെൻസിയുടെ വീട് കൊല്ലത്താണ്. അപ്പോൾ ജെൻസി കൊല്ലത്ത് ഇറങ്ങുവാണ്. ജെൻസി കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യുമായിരുന്നു. അപ്പോൾ പോകുന്നതിന് മുന്നേ ഉള്ള അവസാനത്തെ ട്രിപ്പായിരുന്നു ഇത്. അപ്പോൾ ജെൻസിയെ യാത്രയാക്കിയിട്ട് നമ്മൾ ട്രിവാൻഡ്രം സെൻറ്ററിൽ ഇറങ്ങി. അപ്പോൾ എന്നെ എന്തായാലും വിളിക്കാൻ നന്ദു അവിടെ കാണും. നമുക്ക് വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ക്രൂസ് ട്രിപ്പ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. ബൈ.